അഭിഷേകപ്രിയനായ ശബരിമല അയ്യപ്പന് നെയ്യഭിഷേകത്തോളം പ്രിയമാണ് പുഷ്പാഭിഷേകം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം നടക്കുക. തുടർച്ചയായി നേർച്ചയായി ഭക്തർക്ക് പുഷ്പങ്ങൾ നൽകാനാകും. ഭസ്മാഭിഷേകവും കലശാഭിഷേകവും കളഭാഭിഷേകവും കഴിഞ്ഞു നിൽക്കുന്ന അയ്യന് പൂക്കളാൽ അഭിഷേകം ചെയ്യുന്നതാണ് പുഷ്പാഭിഷേകം. ശബരിമല പൂങ്കാവനം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും അയ്യന് പൂക്കളോടുള്ള പ്രിയം കൊണ്ടാണെന്ന് വിശ്വാസം. അതിനാലാണ് ശബരിമലയിലെ പ്രധാന വഴിപാടായി പുഷ്പാഭിഷേകം മാറിയത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി അയ്യപ്പസ്വാമിക്ക് നിത്യവും സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണിത്. തെറ്റി, തുളസി, താമരമല്ല, അങ്ങനെ വിഭിന്നമായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാൻ അഭിഷേകം കഴിക്കുകയാണ്. അഭിഷേകപ്രിയൻ എന്നാണല്ലോ ഭഗവാനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അന്നേരം പുഷ്പങ്ങളെ കൊണ്ടാകുമ്പം പുഷ്പം എന്ന് പറയുമ്പം സുഗന്ധമാണ്. അന്നേരം ആഗ്രഹം, നമുക്കറിയാം, ഒരു പുഷ്പം എടുത്ത് മണപ്പിച്ച് നോക്കാത്തൊരാരുമില്ല. ഒരു പുഷ്പം ഏതൊരു ആളാണെങ്കിലും അതെടുത്ത് അതിൻ്റെ ഗന്ധമൊന്നും ആസ്വദിക്കാതെ, അന്നേരം അത് ആഗ്രഹ സാഫല്യമാണ്. ഭഗവാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തിത്തരും. ഈ അഭിഷേകത്തിൽ കൂടി അത് പൂർണ്ണമാവുന്നതാണ് സങ്കല്പം. നിരവധി പേരാണ് അയ്യന് പുഷ്പാഭിഷേക വഴിപാടുമായി ശബരീശ സന്നിധിയിൽ എത്തുന്നത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തുടങ്ങി അത്താഴപൂജയ്ക്ക് തൊട്ടു മുൻപ് വരെയാണ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുഷ്പാഭിഷേകം നടക്കുക. താമര, പനിനീർപ്പൂവ്, മുല്ല, തുളസി, തെറ്റി തുടങ്ങിയ പുഷ്പങ്ങൾ മാത്രമാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുക. അതിനോടൊപ്പം ഏലക്കമാല, രാമച്ചമാല, കിരീടം എന്നിവയും ഭക്തർക്ക് സമർപ്പിക്കാം. വഴിപാട് നടത്തുന്ന ഭക്തർക്കായി 8 കൂടപ്പൂവും 1 ഹാരവും ലഭിക്കും. ഇതുമായി 5 പേർക്ക് ശ്രീകോവിലിന് മുന്നിലെത്തി അഭിഷേക ദർശനവും വിശേഷ പൂജകളും ദർശിക്കാം. ഭക്തർ നൽകുന്ന ഏലക്കാമാലയും കിരീടവും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷം വഴിപാടുകാർക്ക് തന്നെ തിരികെ നൽകും. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ ഹാരങ്ങൾ 1 വർഷത്തോളം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ന്യൂസ് മലയാളം, സന്നിധാനം.